സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. IR സ്പെക്ട്രോസ്കോപ്പി പൊതുവെ പറയും. IR സ്പെക്ട്രോസ്കോപ്പിയെ പറയുന്ന വേറൊരു പേരാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നും പറയും. ഓക്കെ, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് മോളിക്യൂൾ അബ്സോർബ് ചെയ്തുകൊണ്ട് മോളിക്യൂൾസ് എക്സൈറ്റഡ് ആയിട്ട് നമുക്കൊരു സിഗ്നൽ കിട്ടുന്നതാണ് നമ്മുടെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ബൈ എ മോളിക്യൂൾ ആണ് ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ആണ് സംഭവിക്കുന്നത്, അതുകൊണ്ട് ഇതൊരു അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ്. ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ബാൻഡ്സ് ആണ് അതിന് കിട്ടുന്നത്. അതിനകത്ത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു ഇൻഫ്രാറെഡ് സ്പെക്ട്രം ഉപയോഗിച്ച്. ബട്ട് ഇൻഫ്രാറെഡ് IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ സ്പെക്ട്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും NMR സ്പെക്ട്രത്തിനെ പോലെ ഒരിക്കലും ഡിറ്റക്റ്റബിൾ അല്ല, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷബിൾ അല്ല. കാരണം IR സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഇതെന്ന് പറയുന്നത് അതാണ്. കാരണം IR സ്പെക്ട്രം എടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഒരുപാട് പീക്സ് വരും. അതിലെല്ലാം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണത്. അതുകൊണ്ട് നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് കുരുക്കഴിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഈവൻ ദോ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ NMR ആണ് കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻഫ്രാറെഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ഫ്രീക്വൻസി റീജിയനെയാണ് നിയർ ഇൻഫ്രാറെഡ് റീജിയൻ എന്നും ഇതിനെയാണ് ഫാർ ഇൻഫ്രാറെഡ് റീജിയൻ എന്നും പറയുന്നത്. ആൻഡ് ഇൻഫ്രാറെഡ് സ്പെക്ട്രം എന്തിനാണ് യൂസ് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ദ ഐഡൻറ്റിറ്റി ഓഫ് ടു കോമ്പൗണ്ട് ഓർ ടു ഡിറ്റർമൈൻ ദ സ്ട്രക്ചർ ഓഫ് എ ന്യൂ കോമ്പൗണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയ കോമ്പൗണ്ട് സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ പുതിയൊരു കോമ്പൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക, അതിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പൊതുവേ കൂടുതലും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് IR സ്പെക്ട്രം ഉപയോഗിക്കുന്നത് നമ്മൾ. ഓക്കെ, സോ ഇൻ ഡിറ്റർമൈനിങ് ദ സ്ട്രക്ചർ ഓഫ് എ ന്യൂ കോമ്പൗണ്ട് ദിസ് ക്വൈറ്റ് യൂസ്ഫുൾ ടു പ്രെഡിക്റ്റ് ദ പ്രസൻസ് ഓഫ് സം ഫങ്ഷണൽ ഗ്രൂപ്പ് വിച്ച് അബ്സോർബ്സ് അറ്റ് സർട്ടൻ ഡെഫിനിറ്റ് ഫ്രീക്വൻസീസ്. കാരണം ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഓരോ ഡെഫിനിറ്റ് ഫ്രീക്വൻസീസിലാണ് അബ്സോർപ്ഷൻ വരുന്നത്. ഇപ്പോൾ കാർബണൈൽ ഗ്രൂപ്പ് ഓഫ് കീറ്റോൺസ് എന്ന് പറയുന്നത് സ്ട്രോങ് ബാൻഡ് കിട്ടുന്നത് 1710 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. പക്ഷേ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് എ കോമ്പൗണ്ട് നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത്. സോ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനും ഓരോ ബാൻഡുകളായിരിക്കും, ഓരോ ഫ്രീക്വൻസിയിലായിരിക്കും അബ്സോർപ്ഷൻ നടന്ന് നമുക്ക് ബാൻഡ്സ് ഉണ്ടാവുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു IR സ്പെക്ട്രോസ്കോപ്പിയെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നും പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഈ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ കണ്ടിന്യൂസ് മോഷനിലാണ്. അബ്സോർപ്ഷൻ നടന്നു കഴിയുമ്പോൾ ഗെയിൻ ഇൻ എനർജിയാണ് ഉണ്ടാകുന്നത് മോളിക്യൂളിൽ. ആ എനർജി മോളിക്യൂളിന് കിട്ടിക്കഴിയുമ്പം വെറൈറ്റി ഓഫ് വൈബ്രേഷൻസ് മോളിക്യൂൾസ് കാണിക്കും. അങ്ങനെയാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അത് പോകുന്നത്. അപ്പം 2 കൈൻഡ് ഓഫ് ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസ് ആണ് നമുക്കുള്ളത്, സ്ട്രെച്ചിങ് വൈബ്രേഷൻസും ബെൻഡിങ് വൈബ്രേഷൻസ് എന്നും പറഞ്ഞ്. സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻ. സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ 2 ആറ്റത്തിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ബോണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ബോണ്ടെങ്കിൽ ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ദെൻ ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോണ്ട് കംപ്രസ് ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സെയിം ബോണ്ട് ആക്സിസിലായിരിക്കും അവർ റിമെയിൻ ചെയ്യുന്നത്. അവരെയാണ് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ബെൻഡിങ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ അത് ബോണ്ട് ആംഗിളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് പൊസിഷൻ ഓഫ് ആറ്റം ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിനൽ ബോണ്ട് ആക്സിസ്, അതിനെയാണ് ബെൻഡിങ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. വൈബ്രേഷൻസ് ഇൻവോൾവിങ് ചേഞ്ച് ഇൻ ബോണ്ട് ആംഗിൾസ്, അതാണ് ബെൻഡിങ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ. ബോണ്ട് ആംഗിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ബെൻഡിങ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ഇത് തിയറി മാത്രമേ ഉള്ളൂ സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ കുറച്ച് മോളിക്യൂൾസിൻ്റെ IR സ്പെക്ട്രം ഡിറ്റർമൈൻ ചെയ്യുന്നത് അതേ ഉള്ളൂ ഇതിൽ. IR വലിയ ഒരു എന്താണ് പാടുള്ള ഒരു കാര്യമല്ല. സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് രണ്ട് തരമുണ്ട്. സിമ്മട്രിക് സ്ട്രെച്ചിങ്ങും ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ്ങും ഉണ്ട്. ഫിഗറിൽ നോക്കിയാൽ സിമ്മട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, ബോണ്ട് കംപ്രസ് ചെയ്യുന്നു, അങ്ങനെ ഒരേ ഡയറക്ഷനിൽ. പക്ഷേ അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ ഒരു ബോണ്ട് ഒരു ഡയറക്ഷനിലായിരിക്കും പോകുന്നത്, ഒരു ബോണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അതാണ് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ഇൻ സിമെട്രിക് സ്ട്രെച്ചിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ആറ്റം വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ ആറ്റം ഇൻ ദ മോളിക്യൂൾ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ബട്ട് ഇൻ അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ വൺ ആറ്റം അപ്രോച്ചസ് സെൻട്രൽ ആറ്റം വൈൽ ദ അതർ ഡിപ്പാർട്സ് ഫ്രം ഇറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം സെൻട്രൽ ആറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത ആൾ അതിൽ നിന്ന് ദൂരെ പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. അതാണ് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ബെൻഡിങ് വൈബ്രേഷൻസ് 4 തരമുണ്ട്. സിസറിങ്, റോക്കിംഗ്, വാഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ്. സിസറിങ് എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റം തന്നിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, രണ്ടാറ്റം തന്നിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. റോക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ആറ്റംസ് ഒക്കർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇവിടെ ഇമേജ് ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് സിസറിങ്. സിസറിങ് എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്യുന്നു. പക്ഷെ റോക്കിംഗ് എന്ന് പറഞ്ഞാലോ അവ ഒരേ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നു. ബെൻഡിങ് മീൻസ് എന്താണ്, ഇവിടുത്തെ ബോണ്ട് ആംഗിൾ മാറുന്നുണ്ട്. അതാണ് ബെൻഡിങ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ. ബോണ്ട് ആംഗിൾ ആണ് മാറുന്നത്, ബോണ്ട് ലെന്ത് അല്ല. വാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ആറ്റം മൂവ് അപ്പ് ആൻഡ് ബിലോ ദ പ്ലെയിൻ, അതാണിത്. ഓക്കെ. ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം എബവ് ദ പ്ലെയിൻ ആയിരിക്കും മൂവ് ചെയ്യുന്നത്, അതർ ആറ്റം ബിലോ ദ പ്ലെയിൻ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതാണ് ഈ പ്ലസ്സും മൈനസും ഇട്ട് കാണിച്ചേക്കുന്നത്. ഓക്കെ. അപ്പം എന്താണ് ബെൻഡിങ് വൈബ്രേഷൻസ് 4 തരം: സിസറിങ്, റോക്കിംഗ്, വാഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ്. സോ നെക്സ്റ്റ് നമുക്കിതിനകത്ത് പറയാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വൈബ്രേഷണൽ ഫ്രീക്വൻസീസ്. അതിനകത്ത് നമുക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ 2 ഫാക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ 2 അല്ല, അവിടെ 4 ഫാക്ടേഴ്സ് പറഞ്ഞായിരുന്നു. ഇവിടെ 2 എണ്ണേ ഉള്ളൂ, ഇൻഡക്റ്റീവ് എഫക്റ്റും ഹൈഡ്രജൻ ബോണ്ടിങ്ങും. സോ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, +I എഫക്റ്റും -I എഫക്റ്റും. +I എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വരുമ്പോഴാണ് +I എഫക്റ്റ് വരുന്നത്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോഴാണ് -I എഫക്റ്റ് വരുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ. +I എഫക്റ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എന്താണ്, ലെങ്തനിങ് ഓർ വീക്കണിങ് ഓഫ് ബോണ്ടാണ് നടക്കുന്നത്. അപ്പം +I എഫക്റ്റ് റിസൾട്ട്സ് ഇൻ ലെങ്തനിങ് ഓർ വീക്കണിങ് ഓഫ് ബോണ്ട് ആൻഡ് ഹെൻസ് ദ ഫ്രീക്വൻസി ഓഫ് അബ്സോർപ്ഷൻ ഡിക്രീസസ്. ലെങ്തനിങ് ഓർ വീക്കണിങ് ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ബോണ്ട് ലെന്ത് അവിടെ കൂടുക എന്നാണ് അർത്ഥം. ബോണ്ട് ലെന്ത് കൂടുന്നു. ബോണ്ട് ലെന്ത് കൂടുന്തോറും ബോണ്ട് എന്താകുന്നു, വീക്കൻ ആകുന്നു. അങ്ങനെ എന്താണ്, ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് നമ്പർ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തിൽ, +I എഫക്റ്റ് ഉള്ളപ്പോൾ. അത് തന്നെയാണ് ഇവിടെ കണ്ടോ, HCHO ഇവിടെ +I എഫക്റ്റ് തരാൻ ആരുമില്ല. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 1750 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അസറ്റാൽഡിഹൈഡ് ഇവിടെ എന്താണ്, +I എഫക്റ്റിന് CH3 അവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് 1745 കുറഞ്ഞു, നമ്മുടെ ഫ്രീക്വൻസി അബ്സോർപ്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്തു. ഇവിടെ അസറ്റോണിൻ്റെ കേസിലോ 2 എണ്ണം ഉണ്ട്,
പ്ലസ് ഐ എഫക്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്താണ്, അവിടെ വീണ്ടും അബ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്തു. പക്ഷെ നേരെ തിരിച്ചാണ് മൈനസ് ഐ എഫക്റ്റ് വരുമ്പോൾ. മൈനസ് ഐ എഫക്റ്റ് വരുമ്പോഴത്തേക്ക് ബോണ്ട് ലെന്ത് ഡിക്രീസ് ചെയ്യുന്നു, ബോണ്ട് ലെന്ത് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അങ്ങനെ എന്താണ്, ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വീക്കനിങ് അല്ല, സ്ട്രെങ്തനിങ് ഓഫ് ബോണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഫ്രീക്വൻസി ഓഫ് അബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കേസ് ഓർത്ത് വെക്കുക, പ്ലസ് ഐ എഫക്റ്റോ അല്ലെങ്കിൽ മൈനസ് ഐ എഫക്റ്റോ ഏതെങ്കിലും ഒരെണ്ണം ഓർത്ത് വെച്ചിട്ട് മറ്റേത് വൈസ് വേഴ്സയാണ് എന്ന് ഓർത്ത് വെച്ചിട്ട് പഠിക്കുക, അല്ലെങ്കിൽ മൊത്തത്തോടെ തിരിഞ്ഞു പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. മൈനസ് ഐ എഫക്റ്റ് വരുമ്പോൾ ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു, ഫ്രീക്വൻസി ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതിനുള്ള ഒരു എക്സാമ്പിളാണ് അസറ്റോൺ. നമുക്കിവിടെ മൈനസ് ഐ എഫക്റ്റ് തരുന്ന ആൾക്കാർ ആരുമില്ല. ഓക്കെ, അപ്പോൾ 1715 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ബട്ട് ക്ലോറോ അസറ്റോണിൽ എടുത്ത് നോക്കിയേ, അവിടെ CL ഉണ്ട് മൈനസ് ഐ എഫക്റ്റിന്, അപ്പോൾ 1725 സെൻറ്റിമീറ്റർ ഇൻവേഴ്സായി. ഡൈക്ലോറോ അസറ്റോൺ എടുത്തപ്പോൾ 2 CL ഉണ്ട്, അപ്പം 1740 സെൻറ്റിമീറ്റർ ഇൻവേഴ്സായി. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പ്ലസ് ഐ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പ്ലസ് ഐ എഫക്റ്റ് വരുവാണെങ്കിൽ ബോണ്ട് ലെന്ത് എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ്. ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യുകയാണ്, വീക്കൻ ചെയ്യുകയാണ്. അതുവഴി ഫ്രീക്വൻസി ഓഫ് അബ്സോർപ്ഷൻ എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ്, അബ്സോർപ്ഷൻ ഫ്രീക്വൻസി. ഓക്കെ, ആൻഡ് മൈനസ് ഐ എഫക്റ്റ് വരുമ്പോൾ നേരെ തിരിച്ചാണ്, ബോണ്ട് ലെന്ത് കുറയുന്നു, ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, ആൻഡ് ഫ്രീക്വൻസി ഓഫ് അബ്സോർപ്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ പ്ലസ് ഐ എഫക്റ്റും മൈനസ് ഐ എഫക്റ്റും എഴുതുമ്പോൾ ഉറപ്പായിട്ട് 2 എക്സാമ്പിൾ അതിന് എഴുതിയിരിക്കണം, എക്സാമ്പിളിന് മാർക്ക് കാണും. ഓക്കെ, അഥവാ എക്സാമ്പിൾ ഓർമ്മ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ആ സെൻറ്റൻസസ് കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അതിന് മാർക്കുണ്ട്, മാർക്കില്ല എന്നല്ല. ഇനി മീസോമറിക് എഫക്റ്റ് ഇതിനകത്ത് പറയുന്നുണ്ട് ചെറുതായിട്ട്. മീസോമറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺജുഗേഷൻ ഉള്ളിടത്ത് അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കുറയുമെന്നാണ് അവർ പറയുന്നത്. കോൺജുഗേഷൻ ഡിക്രീസസ് ദ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി ഓഫ് C ഡബിൾ ബോണ്ടോ. പക്ഷെ ചില കേസുകളിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ത് ചെയ്യുന്നു, മീസോമറിക് എഫക്റ്റിനെ എന്ത് ചെയ്യുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Mesomeric effect causes lengthening or weakening of bond, causing decrease of absorption frequency. Mesomeric effect ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്ലസ് ഐ എഫക്റ്റ് പോലെ തന്നെയാണ്, അബ്സോർപ്ഷൻ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. സോ നമുക്കിവിടെ 2 ഈ കേസ് എടുക്കാം. മിഥൈൽ വിനൈൽ കീറ്റോണും അസറ്റോഫിനോണും എടുക്കാം. മിഥൈൽ വിനൈൽ കീറ്റോണ് 1706 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് നമുക്ക് ഫ്രീക്വൻസി റേഞ്ച് വന്നിരിക്കുന്നത്. പക്ഷേ അസറ്റോഫിനോണിന് 1693 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനേക്കാൾ മിഥൈൽ വിനൈൽ കീറ്റോണിനേക്കാളും ഇതെന്താണ്, കുറവല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, മൈനസ് ഐ എഫക്റ്റ് എന്ത് ചെയ്തു, ഇൻഡക്റ്റീവ് എഫക്റ്റ് മീസോമറിക് എഫക്റ്റിനെ ഡോമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ഇവിടെ കണ്ടോ, ഇവിടെ ഈ മൈനസ് ഐ എഫക്റ്റ് ഈ മീസോമറിക് എഫക്റ്റിനെ ഡോമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അബ്സോർപ്ഷൻ ഫ്രീക്വൻസി അവിടെ എന്ത് ചെയ്തത്, കാർബണൈൽ ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ട്, അവിടെ മൈനസ് ഐ എഫക്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്തു, ഡോമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കുറയാൻ കാരണം. ഓക്കെ, മൈനസ് ഐ അല്ല, പ്ലസ് ഐ എഫക്റ്റ് ആണ്. CH3 അല്ലേ ഇവിടെ കിടക്കുന്നത്, പ്ലസ് ഐ എഫക്റ്റ് അവിടെ ഡോമിനേറ്റ് ചെയ്തു. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ടാണ് അവിടെ ഫ്രീക്വൻസി ഓഫ് അബ്സോർപ്ഷൻ കുറയാൻ കാരണം. ഇവിടെ പക്ഷെ മീസോമറിക് എഫക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് മീസോമറിക് എഫക്റ്റ്, കാരണം അത് ആരോമാറ്റിക് റിംഗ് അല്ലേ. ഓക്കെ, അടുത്തത് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് നടന്നു കഴിഞ്ഞാൽ ഒരു ഡൗൺവേർഡ് ഷിഫ്റ്റാണ് അബ്സോർപ്ഷൻ ഫ്രീക്വൻസിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി വളരെയധികം കുറയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുന്നോ അത്രത്തോളം ഡൗൺവേർഡ് ഷിഫ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി IR സ്പെക്ട്ര ഉപയോഗിച്ച് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണോ നടന്നതെന്ന് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ NMRലും അത് പഠിച്ചായിരുന്നു. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ ബ്രോഡ് ബാൻഡുകളാണ് നമുക്ക് കിട്ടുക എന്ന്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ നമുക്ക് ഷാർപ്പ് ബാൻഡുകളായിരിക്കും കിട്ടുക, ഷാർപ്പ് ആൻഡ് വെൽ ഡിഫൈൻഡ് ബാൻഡുകളായിരിക്കും കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പൊതുവെ എന്താണ്, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആണ്.
Okay, and the decrease in frequency in intramolecular hydrogen bonding is smaller than that in എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനേക്കാളും കുറവായിരിക്കും ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുവാണെങ്കിൽ. ആ ഒരു ഡിക്രീസ് ഇൻ ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുമ്പോൾ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കുറയും, അത് ഉറപ്പാണ്. പക്ഷെ ആ ഒരു ഫ്രീക്വൻസിയുടെ കുറവ് എന്ന് പറയുന്ന ആ കുറവ് എന്ന് പറയുന്നത് ഇൻട്രാമോളിക്കുലറിനേക്കാളും കുറവായിരിക്കും ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുമ്പോൾ. അതാണ് ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് മോളിക്യൂൾസ് കൺസിഡർ ചെയ്യാം. നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻഫ്ലുവൻസ് ചോദിക്കുവാണെങ്കിൽ ആ ഒരു മുകളിലത്തെ പാരഗ്രാഫും പിന്നെ കുറച്ച് മോളിക്യൂൾസ് താഴെ പറയുന്നുണ്ട്. അവരുടെ കുറച്ച് എഴുതിയാലും മതി, കുറേ മോളിക്യൂൾസാണ് താഴെ പറയുന്നത്. അത്രയും എഴുതിയാൽ അത് കംപ്ലീറ്റ് ആവും ആൻസർ. ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് OHും NHും ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ സ്പെക്ട്ര റെക്കോർഡ് ചെയ്യാൻ നേരം ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് CS2CCl4 ആണ്. ബെൻസീനും അസറ്റോൺ പോലുള്ള സോൾവെൻറ്റുകൾ ഉപയോഗിക്കുന്നില്ല, കാരണം OHും NH കോമ്പൗണ്ട്സിനും അതെന്തായിരിക്കും, നല്ല ഇൻഫ്ലുവൻസ് വരുത്തും. അവിടെ ബെൻസീനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഹൈഡ്രജൻ ബോണ്ടിങ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നൈട്രജൻ ആണ് ഓക്സിജനേക്കാളും ലെസ് ഇലക്ട്രോ നെഗറ്റീവ്. അതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് അമീൻസിൽ വീക്കർ ആയിരിക്കും ദാൻ ഇൻ ആൽക്കഹോൾസിൽ. ഓക്കെ, ആൽക്കഹോൾസിലായിരിക്കും നല്ല സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഫ്രീക്വൻസി ഷിഫ്റ്റ് അമീൻസിൽ എന്തായിരിക്കും, ലെസ് ആയിരിക്കും. അമീൻസ് ഫ്രീക്വൻസി കാണിക്കുന്നത് 3500 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ഓക്കെ, ഇനി ആലിഫാറ്റിക് ആൽക്കഹോൾസിൽ ഷാർപ്പ് ബാൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും 3650 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ. കാരണം എന്താണ്, ഫ്രീ OH ഗ്രൂപ്പ് അവിടെ ഫ്രീ OH ഗ്രൂപ്പാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഇതുവരെ ഹൈഡ്രജൻ ബോണ്ടിങ് നടന്നിട്ടില്ല. ഓക്കെ, 3650. ഓക്കെ, ഇനി ബ്രോഡ് ബാൻഡ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെ, 3350 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ. അവിടെ ഹൈഡ്രജൻ ബോണ്ടഡ് OH ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്, അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ 3650 നിന്ന് പീക്കിൻ്റെ ഒരു ഡിക്രീസ് കാണാൻ സാധിച്ചത് 3350 നിന്ന്. ആൻഡ് അവിടെ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡൈ ആൻഡ് പോളിഹൈഡ്രോക്സി കോമ്പൗണ്ട്സ് ഇൻ CCl4. ഡൈ അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 OH ഗ്രൂപ്പോ അല്ലെങ്കിൽ 2ൽ കൂടുതൽ OH ഗ്രൂപ്പോ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ് പോളിഹൈഡ്രോക്സി എന്ന് പറയുന്നത്. ഡൈ എന്ന് പറഞ്ഞാൽ 2 OH ഗ്രൂപ്പ് വരുന്നത്. അവരിൽ നടക്കുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അവരിൽ നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ കാരണം എക്സാമ്പിൾ പറയാം. സ്പെക്ട്രം ഓഫ് ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ 2 OH ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, ഡൈലൂട്ട് CCl4 ഷോസ് 2 ഫ്രീക്വൻസീസ് ആണ്, നമുക്ക് 2 ഫ്രീക്വൻസിയിലാണ് ബാൻഡ് കിട്ടുന്നത്, 3644ഉം 3612ലും. 3644 എന്തുകൊണ്ടായിരിക്കും, ഫ്രീ OH കാരണമായിരിക്കും. 3612 OHO ബോണ്ടിങ് കാരണമായിരിക്കും, അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമായിരിക്കും. ഓക്കെ, ഫ്രീക്വൻസി ഷിഫ്റ്റ് സ്മോൾ ആണ്, 32 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3644ഉം 3612ൻ്റെ ഡിഫറൻസ് ആണ്. ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, 32 സെൻറ്റിമീറ്റർ ഇൻവേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെന്താണ്, ആ ബോണ്ടിങ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എഥിലീൻ ഗ്ലൈക്കോളിന് 2 പോസിബിൾ കൺഫർമേഷൻസ് ആണുള്ളത്. സ്റ്റാഗേർഡ് കൺഫർമേഷനും ഉണ്ട്, എക്ലിപ്സ്ഡ് കൺഫർമേഷനും ഉണ്ട്. പക്ഷേ അതിനകത്ത് സ്റ്റാഗേർഡ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു സ്ട്രോങ് ബോണ്ട് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, ആ മോളിക്യൂള് സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, താഴെ ഇനി ഡയോൾസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഡയോൾസ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ ഷോ എ തേർഡ് ബ്രോഡ് ആൻഡ് സ്ട്രോങ് ബാൻഡ് അറൈസിങ് ഫ്രം ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഓഫ് ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി ഷിഫ്റ്റ് കോസ്ഡ് ബൈ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രായേക്കാളും കൂടുതലായിരിക്കും ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ഡയോൾസിൽ നമുക്ക് ഇവിടെയാണ് കിട്ടിയെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്റർമോളിക്കുലർലി ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് നമുക്ക് 3477 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കും കിട്ടുന്നത്. കുറയുകയാണ് ചെയ്യുന്നത് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ. ഇൻട്രാ ആണെങ്കിലാണ് നല്ല കൂടുതൽ.
ഇൻട്രാ ആണെങ്കിൽ നമുക്ക് എന്താണ് 3, 6, 2, 6 ഫ്രീ ഡയോൾസ് കിട്ടിയെങ്കിൽ ഇൻട്രാ ആണെങ്കിൽ കുറച്ചേ കുറയത്തുള്ളൂ. പക്ഷെ ഇൻ്റർ ആയതുകൊണ്ടാണ് അത്രയും ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. 3, 4, 7 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഈനോൾസിലും കീലേറ്റ്സിലും എന്താണ് എക്സെപ്ഷണലി ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ OH സ്ട്രെച്ചിങ് അബ്സോർപ്ഷൻസ് ലോ ഫ്രീക്വൻസിയിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, കീലേഷൻ നടക്കുവാണെങ്കിൽ 3000-2500 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലൊക്കെ നമുക്ക് ബ്രോഡ് അബ്സോർപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഈനോളിക് ഫോമിലാണ് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലും, കീറ്റോണിക് ഫോമിലാണ് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് എന്താണ് ഈ അമീൻസിൻ്റെയും ആൽക്കഹോൾസിൻ്റെയും ഈ ഡയോൾസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അത്രയും തന്നെ എഴുതിയാൽ നമുക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടും. പിന്നെ ഈനോള് കീലേറ്റ് ഒന്നും എഴുതിയില്ല, ലാസ്റ്റത്തെ കാർബോക്സിലിക് ആസിഡ്സ് മാത്രം എഴുതിയാലും മതി. പക്ഷേ ഈ അമീൻസ്, ആൽക്കഹോൾസും പിന്നെ ഡയോൾസും എഴുതിയിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് തെറ്റിക്കരുത്. ഫ്രീക്വൻസി റേഞ്ച് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് അവസാനത്തെ കാർബോക്സിലിക് ആസിഡ്സ് ആണ്. അവർ ഡൈമേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുവാണ്. അപ്പം എന്താണ് അവിടെ എക്സെപ്ഷണൽ സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വെരി ബ്രോഡ് ബാൻഡ് പീക്കായിരിക്കും നമുക്ക് ഈ ഒരു ഇതിലേക്ക് കിട്ടുന്നത്. ഡ്യൂ ടു OH സ്ട്രെച്ചിങ് അവിടെ 2 സ്ട്രെച്ചിങ് ഉണ്ട്. ഡബിൾ ബോണ്ട് OH അല്ലേ നമ്മുടെ കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. OHന് പർട്ടിക്കുലർ ആയിട്ടൊരു സ്ട്രെച്ചിങ് ഉണ്ട്, കാർബണൈൽ ഗ്രൂപ്പിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ഉണ്ട്. അവിടെ 2 ടൈപ്പ് സ്ട്രെച്ചിങ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് IR സ്പെക്ട്രോസ്കോപ്പി. ഇനി ഇതിനകത്ത് എന്താണ് കുറച്ച് മോളിക്യൂൾസ് നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുണ്ട്. ആ സ്പെക്ട്രത്തിന് ഇൻ്റർപ്രിട്ടേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും IR സ്പെക്ട്രോസ്കോപ്പിയിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാനില്ല. അത് കഴിഞ്ഞ് നമുക്ക് UV സ്പെക്ട്രോസ്കോപ്പിയും കൂടി അതിനകത്ത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയും കൂടി അതിനകത്ത് പഠിക്കാനുള്ളൂ.